പുറത്ത് നിന്ന് ഇനിയിപ്പോ വീണ്ടും അടുത്തൊരു വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഒരു സമരം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്നുണ്ട് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ആ സമരത്തിന്റെ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. ഈ സമരം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണെന്നുള്ളതാണ്. LPST റാങ്ക് ഹോൾഡർമാരുടെ സമരം 33 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെയാണ് ഉദ്യോഗാർത്ഥികളൊക്കെ കൂട്ടനിരാഹാര സമരം ആരംഭിച്ചത്. LPST റാങ്ക് ഹോൾഡർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിലേക്ക് ഇന്നിപ്പോൾ CJP പ്രവർത്തകരുടെ മാർച്ച് കൂടി ഉണ്ട്. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, PSC പിരിച്ചുവിടണം അടക്കമുള്ള കടുത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം അവിടെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തുടരുന്നത്. ഇന്നലെയാണെങ്കിൽ പറഞ്ഞ പോലെ നിരാഹാര സമരത്തിലുമാണ്. അപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഇന്നിപ്പോൾ CJPയുടെ ഒരു ഐക്യദാർഢ്യ പ്രതിഷേധമൊക്കെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സേതു. നീതിക്കായിട്ടും ജോലിക്കായും LP സ്കൂൾ ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ഇപ്പോൾ 33-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഉദ്യോഗാർത്ഥിയായ വളർമതിയുടെ നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്കും കടക്കുന്നു. വളർമതിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല. സർക്കാർ അവരെ നീക്കാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ ഒരു ഉറപ്പ് നൽകാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് വളർമതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ ഉദ്യോഗാർത്ഥികളടക്കമുള്ളവർ കൂട്ട നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും ഈ നിരാഹാര സമരം ഉണ്ടാകും. 25ഓളം പേർ ഈ നിരാഹാര സമരത്തിൽ വളർമതിക്കൊപ്പം പങ്കാളിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൽഹിയെ വിറപ്പിച്ച ജെൻസികളുടെ ഒരു കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് ഇവരുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യും. അവരുടെ പ്രധാന ആവശ്യങ്ങളെന്ന് പറയുന്നത് PSC പിരിച്ചുവിടുക, രാഷ്ട്രീയ നിയമനങ്ങൾ റദ്ദാക്കുക, കൂടാതെ ലേബർ കോഡുകൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല തുടങ്ങിയ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. എന്തായാലും ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സ് ശക്തമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. കാരണം ഏകദേശം 6125 പേർ റാങ്ക് ലിസ്റ്റിലുള്ളപ്പോൾ 239 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 4 ജില്ലകളിൽ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. സർക്കാർ പല ഉറപ്പുകളും പറയുന്നുണ്ടെങ്കിലും അത് രേഖാമൂലം നൽകാതെ പിന്തിരിയില്ല എന്നുള്ള നിലപാട് തന്നെ. മരണം വരെയും സത്യഗ്രഹ സമരമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്ന ബാനറിൽ തന്നെ ഉള്ളത്. കുറച്ച് ദിവസം വെച്ചാൽ ഒരു മാസത്തിലധികമായി അവിടെ ഈ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഒരു നല്ലൊരു തീരുമാനം അവർക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.